എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് പണിക്കരാണ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. സർ, വെൽക്കം ടു മറുനാടൻ മലയാളി. താങ്ക് യു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. അമിത്ഷാ നടത്തിയ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ അംബേദ്കറെയും ഭരണഘടനയും അപമാനിച്ചു എന്നാണ് ഇവരുടെ ആരോപണം. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ആരോപണത്തിൽ? അങ്ങനെ ഞാൻ കരുതുന്നില്ല മനുജ. കാരണം അദ്ദേഹം പറഞ്ഞത് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ നിങ്ങളൊരു വ്യക്തിയെ ഇത്രയും പുകഴ്ത്തി പറയുന്ന രീതിയിലത്തേക്ക് അതൊരു ഫാഷനായിട്ട് പറയുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ആ കാര്യത്തിൽ സത്യസന്ധത ഇല്ല എന്ന് പറയാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിനും അംബേദ്കർ 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 എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. പക്ഷേ അത്രയും തവണ നിങ്ങൾ ദൈവത്തിൻ്റെ പേരാണ് പറഞ്ഞിരുന്നത് എങ്കിൽ 7 ജന്മത്തിലേക്ക് നിങ്ങൾക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ അംബേദ്കറെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള പരാമർശങ്ങളൊന്നും തന്നെയില്ല. കാരണം അംബേദ്കറുടെ ഏതെങ്കിലും പ്രവൃത്തിയെ പറ്റിയോ അദ്ദേഹം എന്ന വ്യക്തിയെ പറ്റിയോ അതിൽ മോശമായിട്ടൊന്നും തന്നെ പറയുന്നില്ല. മറിച്ച് അവിടെ ആരെയെങ്കിലും അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അത് അംബേദ്കറെ പറ്റി പറയുന്ന കോൺഗ്രസ്സുകാരെയാണ്. അപ്പോൾ അതിനെ തുടർച്ചയായിട്ട് അദ്ദേഹം അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. കാരണം ഇത് കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്ത് പറയുന്നത് കൊണ്ട് കാര്യമില്ല. കാരണം അദ്ദേഹം തുടർച്ചയായിട്ട് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അച്ഛി ബാത് ഹേ എന്നാണ് പറയുന്നത്. അതായത് അംബേദ്കറിൻ്റെ പേര് നിങ്ങളിങ്ങനെ പലതവണ ആവർത്തിക്കുന്നത് നല്ല കാര്യമാണ്. ഹമേ തോ ആനന്ദ് ഹേ കി അംബേദ്കർ കാ നാം ലേത്തെ ഹേ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും തവണ അംബേദ്കറുടെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ വളരെ ചെറിയ രീതിയിലത്തേക്കുള്ള പ്രതിഷേധം മാത്രമാണ് നമ്മൾ കേട്ടത്. പിന്നീട് അമിത്ഷാ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടരുന്നുണ്ട്. ആ സമയത്ത് അതിനെ ആരും തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസ് എന്താണ് അംബേദ്കറിനോട് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വലിയൊരു വിഷയമാവാതിരുന്ന ഒരു കാര്യം പെട്ടെന്ന് 2 ദിവസത്തിനകത്ത് സഭ ഈ ഒരു സെഷൻ പൂർത്തീകരിക്കുകയാണ് എന്ന അറിവുള്ളപ്പോൾ, പ്രത്യേകിച്ച് സർക്കാരിനെ ആക്രമിക്കാനായിട്ടൊന്നും കിട്ടാഞ്ഞപ്പോൾ അംബേദ്കർ വിരുദ്ധത പറഞ്ഞു, അതുവഴി ദളിത് വിരുദ്ധതയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു ശ്രമം അതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല എങ്കിൽ പ്രതിപക്ഷം പറയേണ്ടിയിരുന്നത് എന്ത് തരത്തിലാണ് അവിടെ അംബേദ്കറെ അവഹേളിച്ചത് എന്ന് പറയണമായിരുന്നു. അംബേദ്കർ വിരുദ്ധ പരാമർശം എന്ന് പറയുമ്പോൾ എന്ത് അംബേദ്കർ വിരുദ്ധതയാണ് അതിലുണ്ടായിരുന്നത്? അംബേദ്കറെ ഏതെങ്കിലും രീതിയിൽ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ അപകീർത്തിപ്പെടുത്തിയ പ്രസ്താവന എന്താണ്, അത് ഏത് നിലയ്ക്കാണ് അപകീർത്തികരമാകുന്നത് എന്നുള്ളത് പറയണമായിരുന്നു. അല്ലാതെ അംബേദ്കർ എന്ന എല്ലാ കാര്യവും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാഷനാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള അപകീർത്തികരമായ കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനകത്ത് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെതിരെയും ഗാന്ധിക്കെതിരെയും ഏറ്റവും കൂടുതൽ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വിമർശിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു അംബേദ്കർ. പല സമയത്തും അംബേദ്കറിനെ തന്നെ അവഗണിച്ചോടാണ് കോൺഗ്രസിന്റെ ചരിത്രങ്ങളെല്ലാം. അത് ന്യൂട്രലായി നിന്നും വായിക്കുന്ന, അല്ല നിഷ്പക്ഷമായി നിന്ന് ചരിത്രത്തെ സമീപിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നത്. വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹാവ് ഡൺ ടു ദ അൺടച്ചബിൾസ് എന്നൊരു പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെ അംബേദ്കർ എഴുതിയിട്ട് പോലുമുണ്ട്. അപ്പൊ സത്യത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത് എല്ലാത്തിനെയും ഒരു ലൈനിലാക്കി നിർത്തുകയാണ്. ഇവരൊക്കെയാണ് ഞങ്ങളുടെ തലമുറയിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇവരെല്ലാം ചേർന്നാണ് സ്വാതന്ത്ര്യം മേടിച്ചു തന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല എന്ന് ചരിത്രം പറയുന്നു. ഇത് ചരിത്രത്തിനൊരു നീതികേട് കൂടിയില്ലേ ഇവർ ഈ പ്രക്ഷോഭം നടത്തുന്നത്? നിശ്ചയമായിട്ടുമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നത് ഇപ്പോൾ ഫാഷൻ ആകുന്നത്? അതായിരിക്കുമല്ലോ അമിത്ഷാ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ പണ്ട് കാലം മുതലേ അങ്ങനെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ, അംബേദ്കറെ പ്രകീർത്തിക്കുന്ന, അദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കുന്ന ആൾക്കാരായിരുന്നുവെങ്കിൽ ഇന്ന് അംബേദ്കർ എന്നുള്ള പേര് പറയുന്നത് ഫാഷൻ ആവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയാതിരിക്കുകയും ഈ അടുത്ത സമയത്ത് മാത്രം നിങ്ങൾ എന്തിനും ഏതിനും അംബേദ്കറിൻ്റെ പേര് പറയുകയും ചെയ്യുന്നതാണ് ഫാഷൻ ആയത് എന്നാണല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചരിത്രപരമായി തന്നെ ഒരിക്കലും അംബേദ്കറെ അനുകൂലിക്കാനായിട്ട് കോൺഗ്രസിന് കഴിയുമായിരുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതീകം, അത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും അതല്ല സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും, അത് മഹാത്മാഗാന്ധിയാണ്. പക്ഷേ മഹാത്മാഗാന്ധി വലിയ രീതിയിലത്തേക്കുള്ള ഒരു ഹിപ്പോക്രൈറ്റ് ആയിരുന്നു എന്ന രീതിയിലത്തേക്ക് വലിയ ആരോപണം ഉന്നയിച്ചിരുന്ന, ആ നിലയ്ക്കുള്ള സമീപനം തുടർന്നിരുന്ന ഒരാളാണ് അംബേദ്കർ. ഗാന്ധി മരിച്ചു എന്നുള്ളതിനെ പറ്റി അറിയുന്ന സമയത്ത് അംബേദ്കറിൻ്റെ പ്രതികരണമായിട്ട് പോലും കേട്ടിട്ടുള്ളത് താങ്ക് ഗോഡ് ദി എക്ലിപ്സ് ഈസ് ഓവർ എന്ന രീതിയിലാണ്. അപ്പോൾ ആ രീതിയിലത്തേക്കൊക്കെ തന്നെ ഗാന്ധിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്ന, നെഹ്റുവിനെ വിമർശിച്ചിരുന്ന ഒരു നേതാവ് ഏത് രീതിയിലാണ് കോൺഗ്രസിന് സ്വീകാര്യമാവുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. തന്നെയുമല്ല, നമ്മൾ ഈ ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം അനീതി അംബേദ്കറിനോട് ഇവർ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അംബേദ്കറിനോട് സ്നേഹം, അതുവഴി ദളിതരോട് സ്നേഹമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എങ്കിൽ അംബേദ്കറെ നല്ല രീതിയിലത്തേക്ക് പരിഗണിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാകണമായിരുന്നു. ഇപ്പോൾ ഈ കുറച്ചു കാലം മുമ്പ് വന്നിരുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്
ഏതാണ്ട് 300-നടുത്ത് അംഗങ്ങൾ അതിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആദ്യം അതിൽ അംബേദ്കറുടെ പേരുണ്ടായിരുന്നില്ല എന്നാണ്. പിന്നെ അംബേദ്കറിന് വേണ്ടിയിട്ട് ബംഗാളിലുള്ള ഈസ്റ്റ് ബംഗാളിലുള്ള ഒരു ദളിത് നേതാവ് പിന്മാറുകയും അങ്ങനെയാണ് അംബേദ്കർ അതിൽ ഉൾപ്പെടുന്നത് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അംബേദ്കർ വളരെ പ്രസക്തനായിരുന്നു ആ കാലവും. പക്ഷേ എന്നിട്ട് പോലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാബിനറ്റിലേക്ക് അദ്ദേഹത്തിനെ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഏതാണ്ട് 15 മന്ത്രിമാരുള്ളപ്പോൾ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. അതല്ലാതെ കോൺഗ്രസിന്റെ അങ്ങനെയുള്ള ഒരു ആവശ്യമോ നെഹ്റുവിന് സ്വമേധയാ തോന്നിയിട്ടോ ആയിരുന്നില്ല. മഹാത്മാഗാന്ധിയുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ അവിടെ ഉൾപ്പെടുത്തിയത്. പിന്നീട് നമ്മളിവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റും കാര്യങ്ങളുമായിട്ട് പിന്നീട് പോകുന്ന സമയത്ത് 2 തെരഞ്ഞെടുപ്പുകളിലാണ് അദ്ദേഹം മത്സരിച്ചിട്ടുള്ളത്. 52-ലെ തെരഞ്ഞെടുപ്പിലും പിന്നെ 54-ലെ ഉപതെരഞ്ഞെടുപ്പിലും. ഈ 2 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തി. അപ്പോൾ അംബേദ്കറോട് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ടെങ്കിൽ അംബേദ്കർ നമ്മുടെ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ഉണ്ടാകേണ്ടുന്ന ആളാണ് എന്ന കൃത്യമായ ബോധ്യം കോൺഗ്രസിന് ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഏറ്റവും ചുരുങ്ങിയത് ചെയ്യേണ്ടിയിരുന്നത് അവരുടെ കാൻഡിഡേറ്റിനെ അവിടെ നിർത്താൻ പാടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അവർ കാൻഡിഡേറ്റിനെ നിർത്തി അതിശക്തമായിട്ട് ക്യാമ്പയിൻ ചെയ്തു. BJP ആരോപിക്കുന്നത്, ചരിത്രപരമായിട്ടുള്ള രേഖകൾ അതിനുണ്ടോ എന്ന് എനിക്കറിയില്ല, ജവഹർലാൽ നെഹ്റു നേരിട്ട് അംബേദ്കറിനെതിരെ ക്യാമ്പയിൻ നടത്തി 1952 എന്നാണ് അവരുടെ ആരോപണം. പിന്നീട് 54-ലാണെങ്കിലും അവർക്ക് നേരത്തെ പറ്റിയത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റിനെ തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അതും പ്രയോഗിച്ചില്ല. അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായിട്ട് അവർ ശ്രമിച്ചു. തന്നെയുമല്ല, ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇന്നും നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെതിരെ നിരന്തരമായിട്ട് പരാതികൾ ഉന്നയിക്കപ്പെടാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ പരാതി ഉന്നയിച്ചത് ഒരുപക്ഷെ അംബേദ്കർ ആയിരിക്കാം. കാരണം അന്നത്തെ കാലത്തെ ചില കോൺസ്റ്റിറ്റ്യുവൻസികൾ ഡ്യുവൽ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ജനറൽ കാറ്റഗറി ഒരു ആളെയും അവിടെ തിരഞ്ഞെടുക്കാം, അതേപോലെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരാളിനെയും റിസർവ്ഡ് കാറ്റഗറിയിലും തിരഞ്ഞെടുക്കാം. ബോംബെ നോർത്ത് സെൻട്രൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് എതിരെ ക്യാമ്പയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരിൽ ഇടതുപക്ഷത്തുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു 78,000 വോട്ടുകളാണ് അവിടെ കൗണ്ട് ചെയ്യപ്പെടാതെ പോയത്. അത് പല കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതായത് ദളിത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരേണ്ടുന്ന വോട്ടുകൾ ജനറൽ കാറ്റഗറിയിലേക്ക് പോയി തുടങ്ങിയ കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് അങ്ങനെ പരിഗണിച്ചിരുന്ന വോട്ടുകൾ പോലും ഡാങ്കയ്ക്കാണ് പോയത് പകുതി. എന്ന് വെച്ചാൽ ദളിത് കാറ്റഗറിയിലേക്ക് പോകേണ്ടുന്ന വോട്ടുകൾ പോലും അങ്ങനെ അല്ലാതെ ക്യാമ്പയിൻ ചെയ്ത് മറുഭാഗത്തിന് പോകുന്ന രീതിയിലത്തേക്കൊക്കെ ഇലക്ട്രേറ്റിനെ സ്വാധീനിക്കാനായിട്ടുള്ള ശ്രമമുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിശക്തമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. തന്നെയുമല്ല, പിന്നീട് ക്യാബിനറ്റിൽ അദ്ദേഹം അവിടെ ഉൾപ്പെട്ടിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഡിഫൻസ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിലും ഫോറിൻ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിലും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് അത്തരത്തിലുള്ള കമ്മിറ്റികളിൽ അംഗമാകണം എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ജവഹർലാൽ നെഹ്റു അതിന് അദ്ദേഹത്തിനെ അനുവദിച്ചില്ല. അദ്ദേഹം ക്യാബിനറ്റിൽ നിന്ന് റിസൈൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം സ്റ്റിൽ പാർലമെന്റേറിയനാണ്, ക്യാബിനറ്റിൽ നിന്ന് മന്ത്രിസ്ഥാനം മാത്രമാണ് രാജിവെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യാൻ അദ്ദേഹത്തിനെ ആദ്യം അനുവദിച്ചു. പക്ഷെ പിന്നീട് അതിൻ്റെ സമയം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. ഇന്ന സമയത്ത് പറ്റും, ഇല്ല വൈകുന്നേരം പറ്റും, 6 മണിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് സഭയിൽ നിന്ന് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് നിർദ്ദേശങ്ങൾ വരികയും അദ്ദേഹം അതിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനം അദ്ദേഹത്തിനോട് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് വായിക്കാം, പക്ഷെ ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് ഡെപ്യൂട്ടി ചെയറിന് കാണണം എന്നാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് പോലും വലിയ ആശങ്ക അന്ന് സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സ്വതന്ത്രമായിട്ട് അംബേദ്കറിന് സ്വന്തം കാര്യത്തിനെ പറ്റി ഒരു അഭിപ്രായം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നതിന് പോലും മറ്റുള്ള ആൾക്കാരുടെ അപ്രൂവൽ ഉണ്ടാകണം എന്ന രീതിയിലത്തേക്കാണ് നമ്മളത് കണ്ടത്. തന്നെയുമല്ല, അംബേദ്കർ രാജിവെച്ചിട്ട് ഈ ക്യാബിനറ്റിന് പുറത്തു പോകുമ്പോൾ ജവഹർലാൽ നെഹ്റു തന്നെ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിന്റെ ഒരു കത്ത്, ഒരു കറസ്പോണ്ടൻസിൽ അദ്ദേഹം എഴുതിയിരുന്നത് അംബേദ്കർ പോയി എന്ന് കരുതി ഇവിടുത്തെ ക്യാബിനറ്റ് ദുർബലമായിട്ടൊന്നുമില്ല എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തി അത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പിന്നീടുള്ള ഭരണക്രമത്തിൽ എങ്ങനെയാണ് നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തേണ്ടത്, അത് ചെലുത്താൻ കഴിയുമായിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ക്യാബിനറ്റിൽ നിന്നുള്ള ഡിപ്പാർച്ചർ ക്യാബിനറ്റിനെ ദുർബലപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് നെഹ്റുവിന് ഉണ്ടായിരുന്നത്. തന്നെയുമല്ല, നമ്മൾ പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല ചരിത്ര നേതാക്കന്മാരോടും നമ്മുടെ രാജ്യം കാണിച്ചിട്ടുള്ള ഒരു നീതിയുണ്ട്. ആ നീതി അംബേദ്കറിന് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഡൽഹിയിൽ ഒരു സ്മാരകമില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കാനായിട്ട് കോൺഗ്രസ് സർക്കാർ തയ്യാറായിരുന്നില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട്. പിന്നീട് എത്രയോ വൈകിട്ട് 1990-കളുടെ തുടക്കത്തിലാണ് അദ്ദേഹത്തിന് ഒരു ഭാരതരത്ന ഡിക്ലെയർ ചെയ്യുന്നത്. തന്നെയുമല്ല, വളരെ ശക്തമായിട്ട് കോൺഗ്രസിന്റെ നയങ്ങളെ അദ്ദേഹം വിമർശിച്ചിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 2 കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ ഈ പറഞ്ഞതുപോലെ ഫോറിൻ പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുന്ന കമ്മിറ്റിയിൽ
അദ്ദേഹം അംഗമാകണം എന്നുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് അനുവദിക്കപ്പെട്ടില്ല. അതിനെ തുടർന്ന് 54-ലെ ബൈപോൾ വരുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും വലിയ പ്രചരണ ആയുധം കോൺഗ്രസിനെതിരെ, പ്രത്യേകിച്ച് നെഹ്റുവിനെതിരെ ആയുധമാക്കിയിരുന്നത് ഫോറിൻ പോളിസിയാണ്. ഇത്ര ദുർബലമായ ഫോറിൻ പോളിസിയാണ് നമ്മൾ പിന്തുടരുന്നത്, ഇങ്ങനെയല്ല നമുക്കൊരു വിദേശ നയം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തത്. രണ്ടാമത്തേത് നമുക്കറിയാം, ഈ യൂണിഫോം സിവിൽ കോഡിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഹിന്ദു കോഡ് ബില്ലുണ്ടാക്കി. പല തരത്തിലുള്ള ഹിന്ദു സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നതിനെ യുണൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹിന്ദു കോഡ് ബില്ല് തുടങ്ങി. പക്ഷേ അത് ഇസ്ലാം മതവിശ്വാസത്തിന് വേണ്ടിയിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നെഹ്റു തയ്യാറായില്ല. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിരോധമുണ്ടാക്കിയിരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു മതവിഭാഗത്തിന് മാത്രം അവരുടെ നിയമങ്ങൾ മാത്രമല്ല ഏകീകരിക്കപ്പെടേണ്ടത്, മുസ്ലിം വ്യക്തി നിയമങ്ങളും ഏകീകരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് മാനിക്കപ്പെട്ടില്ല. തന്നെയുമല്ല, അദ്ദേഹം പറഞ്ഞിരുന്നത്, നമ്മളിപ്പോൾ അംബേദ്കർ എന്ന പേര് പറയുന്നത് തന്നെ ദളിത് എന്നുള്ളതിന് സിനോണിമസ് ആയിട്ടാണ് നമ്മൾ പറയുക. പക്ഷേ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദളിതർക്ക് വേണ്ടിയിട്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റിനോ ഷെഡ്യൂൾഡ് ട്രൈബിനോ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നെഹ്റു ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലത്തേക്കുള്ള വിമർശനം ആവർത്തിച്ച് പറഞ്ഞിരുന്ന നേതാവ് കൂടിയാണ് അംബേദ്കർ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്ന് അംബേദ്കറിൻ്റെ പേര് പറയുന്നത് ഒരു ഫാഷനാണ് എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം അപ്പോഴാണ് നമുക്ക് വെളിവാകുക. അതല്ല എങ്കിൽ നമുക്ക് ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ അംബേദ്കർ ഉണ്ടായിരുന്നു, അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു, തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി മാത്രം പരിമിതമായിട്ടുള്ള ചരിത്ര അറിവാണ് ഒരാൾക്കുള്ളത് എങ്കിൽ കോൺഗ്രസ് അംബേദ്കറിനോട് അനീതി കാണിച്ചു എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കില്ല. പക്ഷേ യഥാർത്ഥ ചരിത്ര പ്രകാരം അദ്ദേഹം തന്നെ പരസ്യമായി എഴുതുകയും പറഞ്ഞതും അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ഒരുപക്ഷെ ഏറ്റവും വലിയ അനീതി കാണിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. കാരണം അദ്ദേഹത്തിനെ കൂടുതൽ ഉപയോഗപ്പെടുത്താമായിരുന്നു. അദ്ദേഹത്തിനോട് ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ് വിഭാഗങ്ങളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നിയമ നിർമ്മാണം ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതുണ്ടായിരുന്നില്ല. അപ്പോൾ അതില്ലാതിരുന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ സഭയിൽ എന്തിനും ഏതിനും ഭരണഘടന ഉയർത്തി കാണിക്കുന്നത് പോലെ തന്നെ അംബേദ്കറിനെ ഒരു പ്രതീകമായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ചരിത്രബോധമുള്ള ആൾക്കാരുടെ മുന്നിൽ അത് വിലപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഭയുടെ ഒരു ചെറിയ സെഷനാണ്. അപ്പോൾ ആ സെഷനിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നില്ല. എങ്കിൽ ഇതൊരു വിവാദമാകട്ടെ, ആ വിവാദം വഴി ദളിതരെ ഒപ്പം നിർത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനോടൊപ്പം തന്നെ അമിത്ഷാ രാജിവെക്കണമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ആവശ്യവും പറയാം എന്ന നിലയ്ക്ക് മാത്രമേ ഇത് കാണുന്നുള്ളൂ. പക്ഷേ അതുമാത്രമായിരുന്നില്ല നമ്മൾ കണ്ടത്. ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം, അതിനുശേഷം പിന്നീട് പാർലമെന്റിലടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ബഹളങ്ങൾ, പിടിച്ചു തള്ളി എന്നുള്ള ആരോപണം, മോശമായിട്ട് പെരുമാറി എന്നുള്ള ആരോപണം, ചില വനിതാ MP-മാരുടെ ആരോപണം, പിന്നീട് കേസുകൾ, കോൺഗ്രസ് BJPക്കെതിരെ, BJP കോൺഗ്രസിനെതിരെയൊക്കെ തന്നെ FIR ഇടാൻ വേണ്ടിയിട്ട് പരാതി കൊടുക്കുന്ന സാഹചര്യം, അതൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം ഇതിൽ നിന്ന് ആരും ഒന്നും ഗെയിൻ ചെയ്യാൻ പോകുന്നില്ല. വളരെ അഗ്ലി ആയിട്ടുള്ള ഒരു എപ്പിസോഡ്, അതും അംബേദ്കറിൻ്റെ പേരിൽ. ഞാൻ ജീവിച്ചിരുന്നു അംബേദ്കർ എങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കുക ഇപ്പോൾ പാർലമെൻറ്റിലുള്ള MP-മാരെ ആയിരിക്കും. തൻ്റെ പേരിൽ ഇങ്ങനെ വെറുതെ അടികൂടുക, ബഹളം കൂടുക എന്ന് പറയുന്നതിനെ ഒരിക്കലും അപ്രൂവ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള, അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ബഹളം ഉണ്ടാക്കുന്നത്? ആ ആളിന് ഇതിലൊക്കെ തന്നെ താല്പര്യമുണ്ടോ? അയാളോട് നിങ്ങളൊക്കെ തന്നെ കാണിച്ചിരുന്ന പെരുമാറ്റം എന്താണ് എന്നതിനെപ്പറ്റി മറ്റാരേക്കാളും ഇവരൊക്കെ തന്നെയാണ് ഒരു റെട്രോസ്പെക്ഷൻ നടത്തേണ്ടത്. അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇൻ ഹൈൻസൈറ്റ് നമുക്ക് പറയാൻ കഴിയുന്നത്. പണ്ട് ഞാൻ ഒരു ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസിന് ഒരിക്കലും ദാരിദ്ര്യം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ദരിദ്രം ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും, പിന്നെ അവർക്ക് ചെയ്യാനൊന്നും ഈ നാട്ടിലില്ലല്ലോ എന്ന് വളരെ രസകരമായ ഒരാൾ എഴുതിയ ഒരു ആർട്ടിക്കിളിന്റെ ഭാഗമാണ്. വക്രീകരിച്ച് ചിത്രീകരിക്കുകയാണ്. ഇപ്പോ തെളിവുകളെല്ലാം കോൺഗ്രസിനെതിരാണ്. ഈ സത്യത്തിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ഇത് BJPക്ക് ഗുണപ്രദമാവുകയും, കാരണം അന്നേരം സ്വാഭാവികമായും ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണങ്ങൾ വരും. ചരിത്രത്തിലെ ടെക്സ്റ്റുകൾ എടുത്ത് നമ്മൾ വായിക്കേണ്ടി വരും, ഡോക്യുമെന്റ്സ് പരിശോധിക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായും ഈ റൂട്ട് ചെയ്യുന്നത് BJPക്ക് അനുകൂലമാവുകയും അത് കോൺഗ്രസിനെ തിരിച്ചടിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നേതൃസ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് തന്നെ വലിയ പ്രതീക്ഷയോടെ പാർലമെന്റിലേക്ക് അയച്ച പ്രിയങ്ക ഗാന്ധി, ഇവരാരും തന്നെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ മുതലേ ഫാൻസി ഡ്രസ്സുമായി, വ്യക്തിപരമായ എന്റെ അഭിപ്രായമാണ്, ഫാൻസി ഡ്രസ്സുകളാണ്. ഓരോ ദിവസവും ഓരോ ബാഗുകൾ കൊണ്ടുവരുന്നു. ആദ്യ ദിവസം ഫലസ്തീന് വേണ്ടി, പിറ്റേ ദിവസം ബംഗ്ലാദേശിന് വേണ്ടി, ഇപ്പോ വെള്ള ഷർട്ട് മാറ്റി നീല ഷർട്ടും നീല സാരിയും ആക്കിയിരിക്കുന്നു. അപക്വമായ രാഷ്ട്രീയ രീതികളാണല്ലോ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകുമോ? ഇല്ല, നോക്കൂ, ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഭരണഘടന, അംബേദ്കർ എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒരു മോറൽ വൺ അപ്പ് മാൻഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും വിലപ്പോകുന്ന ഒരു കാര്യമല്ല.
കാരണം ഇപ്പോൾ നോക്കൂ, ഭരണഘടനയെ കശാപ്പ് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നരേന്ദ്രമോദിയുടെ കീഴിൽ എന്നൊക്കെയുള്ള രാഷ്ട്രീയ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. വിമർശിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും പറയുന്ന സമയത്ത് അതിൽ ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുത ഉണ്ടായിരിക്കണം. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ. അത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കാളിൽ എന്തായാലും താഴെ വരികയുള്ളൂ. ഉപ്പിനേക്കാൾ താഴെ ഉപ്പിലിട്ടത് വരൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്കിൽ ഇവിടെ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതെ. അന്നുണ്ടായിരുന്ന മാധ്യമ സ്വാതന്ത്ര്യമാണെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിലും ഒക്കെ തന്നെ എങ്ങനെയാണ് പരിമിതപ്പെട്ടത്, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള നിയമനിർമ്മാണ സഭകളെ ഏത് രീതിയിലാണ് നോക്കുകുത്തിയാക്കിയത്, നമ്മുടെ നാട്ടിലുള്ള സുപ്രീം കോടതിയുടെ വിധികളെ എങ്ങനെയാണ് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്നത്, എങ്ങനെയാണ് ആ സമയത്ത് രാഷ്ട്രപതിയെ തന്നെ നോക്കുകുത്തിയാക്കിയത് തുടങ്ങിയ രീതിയിലത്തേക്കുള്ള വലിയ വിമർശനമുണ്ട്. പിന്നെ അവരുടെ പല നയങ്ങൾക്കുമെതിരെ പല പത്രങ്ങൾ പല തരത്തിലുള്ള തലക്കെട്ടുകൾ എന്ന് കൊടുത്തിരുന്നു. എഡിറ്റോറിയൽ ബ്ലാങ്ക് ആയിട്ട് പ്രസിദ്ധീകരിച്ചിട്ട് അവർക്കെതിരെ പ്രതിഷേധിച്ചിരിക്കുന്ന പത്രങ്ങളടക്കമുണ്ട്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തിനാണെങ്കിലും ഒക്കെ തന്നെ ഭരണഘടന എന്താണോ നമുക്ക് നൽകുന്നത്, ആ ഭരണഘടന നൽകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു 30 വർഷത്തിനകം തന്നെ കശാപ്പ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭരണ സംവിധാനം നയിച്ചത് കോൺഗ്രസ് ആണ്. അതിൽ തന്നെ പെട്ടെന്നൊരു വീണ്ടുവിചാരം അവർക്കുണ്ടാകുന്നില്ല. അത് ഏതാണ്ട് 2 വർഷത്തിനടുത്ത് കാലയളവിലേക്ക് നീണ്ടു നിന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് അന്നുണ്ടാക്കിയിരുന്ന പല നിയമനിർമ്മാണങ്ങളെയും പിന്നീട് റാറ്റിഫൈ ചെയ്തത്, തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ മേൽക്കോടതികൾക്ക് ഒന്നും തന്നെ അധികാരമില്ല എന്ന രീതിയിലത്തേക്കുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്നത് എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടം അവിടെ നിൽക്കുകയെ അതുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമുള്ള കാര്യങ്ങൾ ഇന്ന് സംഭവിക്കാതിരിക്കെ ഇന്നുള്ളതാണ് വലിയ രീതിയിലത്തേക്കുള്ള പ്രശ്നം എന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും അത് കോൺഗ്രസിനെ ബാക്ക്ഫയർ ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഈ സെഷനിൽ തന്നെ പാർലമെന്റിൽ പ്രസംഗങ്ങൾ നടത്തി. ആ സമയത്തെല്ലാം തന്നെ അത് അവരെ ബാക്ക്ഫയർ ചെയ്യുകയാണ് ചെയ്തത്. മാധ്യമങ്ങളടക്കം എങ്ങനെയാണ് ആ വിഷയവുമായിട്ട് പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ പഴയ ഹിസ്റ്ററി മുഴുവനും ആ കാര്യത്തിനെ പറ്റി ആർക്കെങ്കിലും അറിവില്ല എങ്കിൽ അത് അവർക്ക് കൂടി അറിയാൻ പറ്റുന്ന രീതിയിലത്തേക്ക് മാധ്യമങ്ങളടക്കം അത് കൊണ്ടുവന്നു. BJP നേതാക്കന്മാർ മാത്രമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ആ ഒരു വിഷയത്തിലാണെങ്കിലും അതേപോലെ അംബേദ്കറിനോട് ചരിത്രപരമായിട്ടുള്ള ഒരു അനീതി മറ്റുള്ള ആൾക്കാർ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കത്തക്ക യാതൊരു വിധത്തിലുള്ള കാര്യവും കോൺഗ്രസിൻ്റെ പക്കലില്ല. അപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താണ്? ശരിയായ രീതിയിൽ എന്ത് കറക്റ്റ് കോഴ്സാണോ നമ്മൾ ഇവിടെ പാർലമെന്റിൽ സ്വീകരിക്കേണ്ടത് അതിനനുസരിച്ച രീതിയിലത്തേക്ക് പോവുക. തന്നെയുമല്ല, ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി അവരായിരിക്കെ, ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും മേജർ പാർട്ടി അവരായിരിക്കെ, അവർക്ക് എന്ത് തരത്തിലുള്ള സമീപനമാണ് നമ്മൾ പാർലമെന്റിൽ സ്വീകരിക്കാൻ പോകുന്നത്, ഏത് സമയത്ത് ഏത് വിഷയം ഉയർത്തിയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഒപ്പമുള്ള പാർട്ടികളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ പല സെഷനുകളിലും കോൺഗ്രസ് ബോയ്ക്കോട്ട് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ് മാത്രമാണ് ബോയ്ക്കോട്ട് ചെയ്യുന്നത്. ആ ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റു പല കക്ഷികളും ഒപ്പം ഇറങ്ങിപ്പോകാൻ പോലും തയ്യാറാകുന്നില്ല. എന്ന് വെച്ചാൽ അതിനർത്ഥം അവർ തമ്മിൽ ഒരു പരസ്പര ധാരണയോ ഐക്യമോ ഇല്ല എന്നാണ്. അതായത് കോൺഗ്രസ് പറയുന്ന പല കാര്യങ്ങളോടും കോൺഗ്രസിൻ്റെ ഒപ്പമുള്ള പല പാർട്ടികൾക്കും ആശയപരമായിട്ടുള്ള വിയോജിപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ പക്വതയില്ലാത്ത പെരുമാറ്റവും ഈ നേതൃത്വം നൽകാൻ കഴിയാത്ത ഒരു സമീപനവും എല്ലാം മുൻനിർത്തിയാണ് ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ അടക്കം ഇതിനെ ഈ മുന്നണിയെ നയിക്കേണ്ടത് മറ്റുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ മമതാ ബാനർജിയുടെ പേരൊക്കെ തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ആ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന മറ്റു പല പാർട്ടികൾക്കും, ചില പാർട്ടികൾക്ക് ദേശീയ പാർട്ടി സ്വഭാവമുണ്ട് എങ്കിലും നമ്മൾ അതിലുള്ള പാർട്ടികളെയൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ രാഷ്ട്രീയമായി കൂടുതൽ അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് രാഹുൽ ഗാന്ധിയേക്കാൾ. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ്. പക്ഷേ അവരുടെ മുഖം എന്ന് പറയുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ അരവിന്ദ് കെജ്രിവാൾ ഉണ്ട്, മുഖ്യമന്ത്രി, പലതവണ മുഖ്യമന്ത്രിയായ ആളാണ്. ബംഗാളിൽ മമതാ ബാനർജി ഇതേപോലെയാണ്. തമിഴ്നാട്ടിൽ DMKയുടെ സ്റ്റാലിൻ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഏത് സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാലും ഹേമന്ത് സോറൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്തിരിക്കുന്ന നേതാക്കന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി നേതാക്കന്മാർ ഉള്ള ഒരു സമയത്ത് രാഹുൽ ഗാന്ധി അതിനെ ലീഡ് ചെയ്യുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസ് എന്താണ് എന്നുള്ള ഒരു ചോദ്യമുണ്ടാകും. ഇപ്പോൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലത്തേക്കുള്ള ഒരു വളർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. BJPയെ സംബന്ധിച്ച് വലിയൊരു അടി കിട്ടി. അതിനെ അവരൊരു താക്കീതായി എടുത്തുകൊണ്ട് അവരുടെ റൂട്ടിലേക്ക് തിരിച്ചുപോയി RSSുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത പരിഹരിച്ച് അവർ മഹാരാഷ്ട്രയിലൊക്കെ തന്നെ വലിയ വിജയം നേടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു? ആ പാസ്റ്റ് ഗ്ലോറി ഉണ്ട്,
അല്ലെങ്കിൽ ആ റീസെന്റ് വന്നിരിക്കുന്ന ഗ്ലോറി ഉണ്ട്, ഇതെല്ലാ കാലവും തുടരുമെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അവർ പിന്നീട് പ്രവർത്തിച്ചത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് പിന്നീട് ഉണ്ടാക്കാതിരിക്കുകയും ഒരു ഐക്യം ഏതെങ്കിലും ഒരു വിഷയബന്ധമായിട്ട് പോലും അവർക്ക് പാർലമെന്റിൽ സ്വീകരിക്കാനായിട്ട് കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ മുന്നണിയെ നയിക്കേണ്ടുന്ന യഥാർത്ഥ മുഖം ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതായത് നമ്മൾ ഈ പറയുന്ന പല നേതാക്കന്മാർ, ഇപ്പം മമതാ ബാനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാലിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ആയിക്കോട്ടെ, ഇവരാരും തന്നെ ലോക്സഭയിലില്ല, അല്ലെങ്കിൽ ഇവരാരും പാർലമെന്റിലില്ല എന്നുള്ളത് മാത്രമാണ് രാഹുൽ ഗാന്ധിക്കുള്ള അഡ്വാൻറ്റേജ്. പക്ഷേ അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യു പിയിൽ കഴിഞ്ഞ തവണ സ്റ്റാർ ആരായിരുന്നു? ബി ജെ പിയുടെ ഏറ്റവും വലിയ പരാജയം യു പിയിലാണ് സംഭവിച്ചത് എങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറയുന്നത് അഖിലേഷ് യാദവ് ആയിരുന്നു, രാഹുൽ ഗാന്ധി ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ അഖിലേഷ് യാദവും പാർലമെന്റിലുണ്ട് എങ്കിൽ അതിനെ നയിക്കാനായിട്ട് ഒരുപക്ഷെ കൂടുതൽ യോഗ്യത അദ്ദേഹത്തിനാണ് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ വേണമെങ്കിൽ ചിന്തിക്കാം. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള ഇക്വേഷൻ, ഇതൊക്കെ പരിഗണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് കൂടി ഒരുപക്ഷെ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്ന ഒരു നേതാവ് ഇദ്ദേഹമായി കൂടാ എന്നില്ല. രാഹുൽ ഗാന്ധിക്കുള്ള ഒരൊറ്റ അഡ്വാൻറ്റേജ് പാൻ ഇന്ത്യ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം എന്നുള്ളത് മാത്രമാണ്. അത് ലോങ് റണ്ണിലേക്ക്, അതായത് ഇപ്പം ഈ ഒരു സെഷൻ ആരംഭിച്ചതേ ഉള്ളൂ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത 5 വർഷത്തിൽ ഇതെങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിനിടയ്ക്ക് കുറേയധികം സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരും. ആ തെരഞ്ഞെടുപ്പുകളിലുള്ള പെർഫോമൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാകാം. ഒപ്പം ഏതൊക്കെ വിഷയങ്ങളാണ് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ചൂസ് ചെയ്തിട്ട് അത് സഭയിൽ അവതരിപ്പിച്ച് ഭരണപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമുണ്ട്. അത് എത്ര ഇഫക്റ്റീവാണ് എന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ലോക്സഭയിൽ പിന്നെ നമ്മുടെ ഭരണഘടന ഉയർത്തി നടത്തിയിരുന്ന പ്രസംഗമെല്ലാം തന്നെ തിരിച്ചടിച്ചു. അംബേദ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്താതെ പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. എങ്കിൽ ഇനി നയരൂപീകരണവുമായി വരുന്ന സമയത്ത് പോലും പല കാര്യങ്ങളിലും ഈ ഐക്യമില്ലാതിരിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ കാര്യക്ഷമമായി യാതൊരു ഇടപെടലുകളും നടത്തുന്നില്ലല്ലോ, ക്രിയാത്മകമായി ചർച്ചകൾ നടത്തുന്നില്ല. ഇവർ തുടക്കം മുതലേ ബഹളം വെച്ചിറങ്ങുക എന്നൊരു രീതിയാണ് എടുക്കുന്നത്. അല്ല, അവിടെയാണ്, അതായത് ഒരു പ്രോപ്പർ ഡിസ്കോഴ്സ് നടക്കുക എന്നുള്ളതുണ്ട്. നമ്മൾ ഈ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അവസാനത്തെ സ്റ്റെപ്പ് ആയിരിക്കണം. അതല്ലാതെ നമുക്ക് അവതരിപ്പിക്കാനുള്ള കാര്യം അവിടെ അവതരിപ്പിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഒരാൾ പാർലമെന്റേറിയൻ ആകുന്നത്. അല്ലാതെ ആദ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പാസ്സാക്കിയതിനു ശേഷം ഇറങ്ങിപ്പോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ജനവിഭാഗത്തിനെയാണോ അല്ലെങ്കിൽ ഏത് പ്രവിശ്യയാണോ പ്രതിനിധീകരിക്കുന്നത് അവരോട് നിങ്ങൾ നീതി കാണിച്ചില്ല എന്നുള്ളതാണ് അർത്ഥം. നേരെ മറിച്ച് അവർക്ക് വേണ്ടി വാദിക്കുകയും അവിടെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡെലിബറേഷനിൽ നിങ്ങൾ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം അവസാന ഘട്ടത്തിൽ അതിനെ ഇഗ്നോർ ചെയ്തതിന് ശേഷം ഭരണപക്ഷം മുന്നോട്ട് പോവുകയാണ് എന്ന് വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നതല്ല. ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നു, ചരിത്രപരമായിട്ടുള്ള ചില റെഫറൻസ് പറയുന്നു, പിന്നെ ഈ ഏജ് ഓൾഡ് ആയിട്ടുള്ള മനുസ്മൃതിയെ പറ്റി അല്ലെങ്കിൽ ഏകലവ്യന്റെ കഥ പറയുന്നത് പോലും തെറ്റായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്കൊക്കെ റിസോർട്ട് ചെയ്തതിന് ശേഷം ഈ ഹെഡ്ലൈനുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ടെലഗ്രാഫ് പോലെയുള്ള പത്രങ്ങൾക്ക് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അഴിച്ചിറക്കാനുള്ള ഹെഡ്ലൈനുകൾ നിർമ്മിക്കുക എന്നുള്ളതല്ല പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് ഇവർ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതിനെ ഒരുപക്ഷെ വളരെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉപദേശിച്ചില്ല എങ്കിലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റ് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ഉപദേശിക്കേണ്ടതാണ്. ഒരുപക്ഷെ ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള നേതാക്കന്മാരും ഇന്റേണലി ഇത് സൗണ്ട് ഔട്ട് ചെയ്തതിന് ശേഷം ആയിരിക്കാം ഒരുപക്ഷെ പരസ്യമായിട്ടത് പുറത്ത് പറയുന്നത്. കാരണം സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ മുന്നണിയുടെ ഉള്ളിൽ എന്താണ് പറയേണ്ടത് എന്നും ഏത് ഘട്ടത്തിലാണ് ഇത് പരസ്യമായിട്ട് പ്രതികരിക്കേണ്ടത് എന്ന കാര്യത്തിനെ പറ്റിയൊക്കെ അറിയുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ അകത്ത് പറഞ്ഞതുകൊണ്ട് ഗുണമില്ല എന്നോ അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല എന്നുള്ള തിരിച്ചറിവിലോ ആയിരിക്കാം ഒരു നേതാവിന്റെ പേര് തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് ഒരു ബദലായിട്ട് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ തന്നെ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത്. അപ്പോൾ അതൊന്നും തന്നെ കോൺഗ്രസിന് നല്ലതല്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിന് നല്ലതല്ല. അത് കോൺഗ്രസ് തന്നെയാണ് തിരിച്ചറിയേണ്ടത്. കാരണം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്കൊരു മൊമെന്റം കിട്ടിയിരുന്നു. ആ മൊമെന്റത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ BJP വലിയ രീതിയിലത്തേക്കുള്ള അഡ്വാൻറ്റേജ് എടുക്കാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ കൊടുക്കുന്ന വടികളെല്ലാം തന്നെ BJPക്ക് അടിക്കാൻ പറ്റിയതാണ്, അതല്ലാതെ കോൺഗ്രസിന് അടിക്കാൻ പറ്റിയതല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വിഷയങ്ങൾ ചൂസ് ചെയ്യുക, അതിന്റെ മെറിറ്റ് പരിഗണിക്കുക, മറ്റുള്ള ആൾക്കാരുമായി ചർച്ച ചെയ്ത് സമവായത്തിലെത്തുക, എന്നിട്ട് അവതരിപ്പിക്കുക, ഒറ്റ ഡിസിഷൻ പ്രതിപക്ഷം എടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതല്ലെങ്കിൽ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു ഡിവൈഡഡ് ഹൗസ് ആണ് എന്ന് BJPക്ക് പറയുന്നതിന് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുക മാത്രമാണ് അവർ ചെയ്യുക. സർ, അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. അതായത് BJP സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ പോലെയല്ല, രൂപീകരണ ആദ്യം വന്ന പാർട്ടി കോൺഗ്രസ് ആണ്, ഭരണത്തിൽ ആദ്യം എത്തിയ പാർട്ടി കോൺഗ്രസ് ആണ്. ഇന്ത്യയുടെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്ര രൂപീകരണത്തിലെ ചരിത്രത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് ആധിപത്യമാണുള്ളത്. പിന്നീടാണ് BJP എത്തുന്നത്. സ്വാഭാവികമായും അംബേദ്കർ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളത് കോൺഗ്രസിനെയാണ്. സ്വാഭാവികം BJPക്ക് അത് എടുത്തു പറയാനുള്ള സാധ്യതകളുമുണ്ട്. സത്യത്തിൽ BJP പലയിടങ്ങളിലും ഇപ്പോ പ്രധാനപ്പെട്ട ഒരു ആരോപണമൊന്നും അവർ ഹിന്ദുത്വത്തെ ഒളിച്ചു കടത്തുന്നു എന്നുള്ള ആരോപണമാണ്
മറ്റൊന്ന് സവർക്കറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും തന്നെ ഇന്ത്യയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൽ പങ്കാളിത്തമില്ല, അല്ലെങ്കിൽ ഭരണഘടനയിൽ പങ്കാളിത്തമില്ല. അപ്പൊ അവരെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ആർഗ്യുമെന്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് അതിനും കൂടെ മറുപടി പറയേണ്ടതില്ലേ? ബിജെപിയുടെ ഒളിച്ചുകള്ളത്തൽ രാഷ്ട്രീയത്തെ കുറിച്ച് കൂടി. അല്ല, ബി ജെ പിയുടെ ഹിന്ദുത്വ എന്ന് പറയുന്നത് അവരുടെ ഒളിച്ചുകടത്തൽ രാഷ്ട്രീയമല്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഹിന്ദുത്വയാണ്. അത് അവർ പരസ്യമായിട്ട് തന്നെ പറയാറുണ്ട്. ഹിന്ദുത്വ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനർത്ഥം ഹിന്ദു സംരക്ഷണം മാത്രമാണ് അവരുടെ ഉദ്ദേശം എന്ന രീതിയിലുമല്ല. ഒരു മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നത് മനുഷ്യത്വം കൊണ്ടാണ് എങ്കിൽ ഒരു ഹിന്ദു ഹിന്ദുവായിരിക്കുന്നത് ഹിന്ദുത്വം കൊണ്ടാണ് എന്നുള്ള രീതിയിലത്തേക്കുള്ള ഒരു ബേസിസ് ആണ് അതിനുള്ളത്. അപ്പോൾ ആ ആർഗ്യുമെന്റിനെ അനുകൂലിക്കാം, അല്ലെങ്കിൽ അതിനെ എതിർക്കാം, അതിനെ വിമർശിക്കാം. അതൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ് അതിനെ ബി ജെ പി പറയുന്നത്. അത് രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവർ തന്നെ പറയുന്ന കൾച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേയധികം കാര്യങ്ങളെ ചേർത്തുകൊണ്ടാണ് ഈ കാര്യത്തിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഹിന്ദുത്വമാണ് പറയുന്നത് എങ്കിൽ ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു വിനാശകരമായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് എന്ന രീതിയിലാണ് പ്രതിപക്ഷം അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊപ്പോണൻ്റ് എന്ന രീതിയിലാണ് പലപ്പോഴും സവർക്കർ വിമർശനം പോലും ഉണ്ടാകുന്നത്. പക്ഷേ അവിടെയും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ അംബേദ്കറിനെ പറ്റിയുള്ള ഒരു കാര്യം പോലെ ആദ്യമൊക്കെ അംബേദ്കറിനെ എതിർത്ത് വന്നിട്ട് പിന്നീട് ഈ സമീപകാലത്തായിട്ട് അംബേദ്കറിനെ അനുകൂലിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഒരു റിവേഴ്സ് ഇഫക്റ്റാണ് സവർക്കറുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. സവർക്കറിനെ ആദ്യം മുതൽ ഏതാണ്ട് 90കളുടെ അവസാനം വരെയും പ്രകീർത്തിച്ച് സംസാരിച്ചിരുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിലുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീടാണ് ഇവരൊരു യൂ ടേൺ ആ കാര്യത്തിൽ എടുക്കുന്നത്. ആദ്യം സ്വീകാര്യനായിരുന്ന ഒരു വ്യക്തി പിന്നീട് അസ്വീകാരനായി മാറുകയാണ്. അങ്ങനെ അസ്വീകാരനായി മാറുന്ന സമയത്താണ് ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു ഭൂതമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നതും അതിൻ്റെ ഒരു പ്രയോക്താവായിരുന്നു സവർക്കർ എന്ന് പറയുന്നതും സവർക്കർ പ്രവർത്തിച്ചത് ദേശീയ താല്പര്യത്തിലായിരുന്നില്ല എന്നും അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്നും അവസാനം ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹം മാപ്പ് പറഞ്ഞ് അവരുടെ കാല് നക്കിയിട്ടാണ് ഷൂ നക്കി എന്ന രീതിയിലത്തേക്കാണ് ഇവർ പറയുന്നത് പോലും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ പണ്ട് മുതലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ 1990കളുടെ മധ്യത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വരെ വാനോളം പുകഴ്ത്തിയിരുന്ന ഒരു വ്യക്തിയാണ് സവർക്കർ. അദ്ദേഹത്തിനോട് ആശയപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയോട് വലിയ രീതിയിലത്തേക്കുള്ള വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഒരു ദേശാഭിമാനിയാണ് എന്ന കാര്യത്തിലോ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന കാര്യത്തിലോ ഇവർക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സവർക്കറെ അനുസ്മരിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഒരു പോസ്റ്റേജ് സ്റ്റാമ്പ് ഇറക്കുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. സവർക്കറെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബർത്ത് സെന്റിനറി ആഘോഷങ്ങൾ വരുന്ന സമയത്ത് അതിൽ വ്യക്തിപരമായിട്ടുള്ള സർക്കാരിൻ്റെ അല്ല വ്യക്തിപരമായി അതിലേക്ക് പണം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. അതേപോലെ തന്നെ സവർക്കർ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുത്രനാണ് എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം നടത്തിയിരുന്ന ആളാണ് ഇന്ദിരാഗാന്ധി. 1996 വരെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞതാണ്. അക്കാലയളവിൽ ഇവിടെ രാഷ്ട്രപതിയായിരുന്ന 90കളിൽ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഇതേ അഭിപ്രായം പറഞ്ഞതാണ്. കോൺഗ്രസിൻ്റെ വസന്തറാവു നായിക്കിനെ പോലെയുള്ള മുഖ്യമന്ത്രിമാരായിരുന്ന വിജയഭാസ്കർ റെഡ്ഡിയെ പോലെ മുഖ്യമന്ത്രിമാരായിരുന്ന ആൾക്കാർ, YB ചവാനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവരെല്ലാവരും തന്നെ സവർക്കറെ പ്രകീർത്തിച്ച് സംസാരിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഹിന്ദുത്വ ഐഡിയോളജിയെ എതിർക്കുമ്പോഴും അവർക്ക് സവർക്കറുടെ കോൺട്രിബ്യൂഷൻസിനെ തള്ളിപ്പറയാനായിട്ട് ഇവർ തയ്യാറായിരുന്നില്ല. ഈ ഷിഫ്റ്റ് വരുന്നത് 1990കളുടെ അവസാനമാകുമ്പോഴേക്ക് അടൽ ബിഹാരി വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സവർക്കറെ കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം നയപരിപാടികൾ BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ എയർപോർട്ടിന് വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന രീതിയിലത്തേക്ക് പേര് തന്നെ നൽകുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ സവർക്കറുടെ കോൺട്രിബ്യൂഷനെ ഇവർ പലപ്പോഴും എതിർത്ത് തുടങ്ങിയത് തന്നെ സവർക്കറെ ഒരു ദേശീയ പ്രതീകമാക്കുന്നതിന് വേണ്ടിയിട്ട് BJP ശ്രമിക്കുന്നു എന്നൊരു തോന്നലുണ്ടായപ്പോഴാണ്. അതായത് അതുവരെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും കോൺഗ്രസ്സുകാർ മാത്രമായിരിക്കെ പെട്ടെന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ സവർക്കർക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു എന്ന രീതിയിലത്തേക്കും അദ്ദേഹത്തിൻ്റെ പേര് പല ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ഇമ്മോർട്ടലൈസ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു നയപരിപാടി BJPക്ക് ഉണ്ട് എന്ന് തോന്നിയപ്പോൾ തങ്ങളുടേതായിട്ടുള്ള ആൾക്കാർക്ക് പാരലലുകളെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് BJP ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടായി. അതോടുകൂടിയിട്ടാണ് ഇവർ സവർക്കറിനോട് ഒരു യൂ ടേൺ എടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നീടുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് സവർക്കറെ വിമർശിക്കുന്നത്. അതുവരെ ഇവർക്കാരും തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു സ്റ്റൂജ് ആയിരുന്നു സവർക്കർ എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മാപ്പപേക്ഷ നൽകി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം അവരുടെ ചെരുപ്പ് നക്കിയായിരുന്നു എന്ന് പറഞ്ഞില്ല. മറിച്ച് അതുവരെ മറ്റു പല നേതാക്കന്മാരും കൊടുത്തിരിക്കുന്നത് പോലെ ഒരു ബെയിലിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് എന്താണോ അതേ കണ്ടീഷൻസ് അപ്രൂവ് ചെയ്യുന്ന രീതിയിലത്തേക്കാണ് ഈ മാപ്പപേക്ഷ എന്ന രീതിയിലത്തേക്ക് കണ്ടിരുന്ന നിരവധി നേതാക്കന്മാർ കോൺഗ്രസിനുണ്ടായിരുന്നു. അതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്ന് കരുതിയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പൊടുന്നനെ മറ്റു പല ആൾക്കാരും ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള
മാപ്പപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും സവർക്കറെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, നയപരിപാടികളിൽ പോലും അത് ക്രീപ്പൻ ചെയ്യാൻ തുടങ്ങി. അവിടെയാണ് ഈ ഇന്ത്യ സഖ്യത്തിൽ പോലും ഒരു വലിയ ആശയവൈരുദ്ധ്യമുള്ളത്. കാരണം BJP-യേക്കാൾ കൂടുതൽ സവർക്കറെ സ്നേഹിക്കുന്നത്, കാരണം സവർക്കർ ഒരു RSS-കാരനായിരുന്നില്ല, സവർക്കർ ഒരു BJP-കാരനുമല്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ RSS-കാരേക്കാൾ അല്ലെങ്കിൽ BJP-കാരേക്കാൾ കൂടുതൽ താല്പര്യം ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കാണ് സവർക്കറോടുള്ളത്. അപ്പോൾ ഇത്രയും കാലമായതിനു ശേഷവും സവർക്കർക്ക് ഒരു ഭാരതരത്ന കൊടുക്കാനായിട്ട് BJP തയ്യാറായില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഭാരതരത്ന നൽകാത്തത് എന്ന് ചോദിച്ച് നിരവധി പ്രതിഷേധ പരിപാടികൾ നടത്തിയിരിക്കുന്ന പാർട്ടിയാണ് ശിവസേന. സവർക്കറെ പറ്റി മഹാരാഷ്ട്രയുടെ മണ്ണിൽ വെച്ച് ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ ആ സംസാരിക്കുന്ന ആളിന്റെ നാക്ക് ഞാൻ ചവിട്ടി പിഴുതെടുക്കുമെന്ന് പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ് ഉദ്ധവ് താക്കറെ. ആ ഉദ്ധവ് താക്കറെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സുഹൃത്ത്. അപ്പോൾ ഈ ആശയപരമായിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇത് ചേർന്ന് നിൽക്കാൻ കഴിയുക എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ ശ്രമിക്കുന്നത് ഇൻ വൺ ഷോട്ട് ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് റൈറ്റ് വിങ്ങിലുള്ള ഒരാളിനും യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റൂജസ് ആണ് എന്ന് വരുത്തി തീർക്കുക. ഒപ്പം ഞങ്ങളുടെ നേതാക്കന്മാരായിരുന്നു എന്ന് പറഞ്ഞ് ഇതിൻ്റെ പാട്രണേജ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെൻറ്റ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം സവർക്കറെ പറ്റി ഒരു 2 വോളിയം വിക്രം സംവത്തിൻ്റെ പുസ്തകം വന്നു. ആധികാരികമായിട്ടുള്ള ചരിത്ര റെഫറൻസോടുകൂടി വന്നിരിക്കുന്ന ഈ പുസ്തകത്തിനെ മെറിറ്റോറിയസ് ആയിട്ട് റെഫ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്നേ വരെ ആർക്കും ഈ കോൺഗ്രസ് പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്കോ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫാക്ട് പുറത്തു വരുന്ന സമയത്ത് ആ ഫാക്ടിനെ ഫാക്ട് കൊണ്ട് കൗണ്ടർ ചെയ്യുന്ന സമയത്ത് പരാജയപ്പെടുമെന്ന് തോന്നുമ്പോൾ ഈ റെറ്ററിക് കൊണ്ട് അതിനെ പരാജയപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന വാക്കുകളാണ് ഈ ഷൂനക്കി പോലെയുള്ള വാക്കുകൾ. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ കൂടുതലായിട്ട് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അന്നേരം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചരിത്രപരമായിട്ടുള്ള റെഫറൻസ് ആൾക്കാർ പുറത്തേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസ് തന്നെ പ്രതിസന്ധിയിലാകും. ഇപ്പം എങ്ങനെയാണ് കോൺഗ്രസിന് ഇന്ദിരാഗാന്ധി സവർക്കറെ പ്രകീർത്തിച്ചു എന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ മനഃപൂർവ്വം ഇന്ദിരാഗാന്ധി നുണ പറഞ്ഞു എന്ന് പറയേണ്ടി വരും. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും വെറുതെ നുണ പറഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഞാൻ കണ്ട ചില സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്കത് കണ്ടപ്പോൾ വലിയ ചിരിയാണ് തോന്നിയത്. കാരണം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പുകഴ്ത്തി മാത്രമേ എല്ലാവരും സംസാരിക്കുകയുള്ളല്ലോ, ഇന്ദിരാഗാന്ധി മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അത് ഒരു പക്ഷേ ശരിയായിരിക്കും, മരിച്ച ആൾക്കാരെ പറ്റി നമ്മൾ മോശം പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് മരിച്ച ഒരാളിനെ നല്ല രീതിയിൽ പറയാം എന്ന് മാത്രമുള്ള സമീപനമാണെങ്കിൽ സ്റ്റാമ്പ് ഇറക്കുമോ? നിങ്ങൾ സ്വന്തമായിട്ട് പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകുമോ? ഈ സവർക്കർ സ്മരണിക ഇറക്കുന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹത്തെ വലിയ രീതിയിലത്തേക്ക് പ്രകീർത്തിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും അതിലേക്ക് ആർട്ടിക്കിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുമോ? ആ രീതിയിലത്തേക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ ചരിത്രപരമായി നിങ്ങൾ എപ്പോഴാണ് അദ്ദേഹത്തെ എതിർത്തിരുന്നത്, എന്തിൻ്റെ പേരിലാണ് എതിർത്തിരുന്നത് എന്ന കാര്യമാണ് പറയേണ്ടത്. ഇപ്പോൾ BA കിംജി എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ബോംബെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ആളുണ്ട്. അപ്പോൾ അദ്ദേഹം സവർക്കർ മരിക്കുന്ന സമയത്ത് പോലും പറയുന്നുണ്ട്, സവർക്കറിന്റെ ആശയത്തിനോട് എനിക്ക് പൂർണ്ണമായ വിയോജിപ്പാണ്, പക്ഷേ അദ്ദേഹം വലിയൊരു ദേശപ്രേമിയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വിവിധ ധാരകളുണ്ട്. നമ്മൾ കോൺഗ്രസ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റ ധാരയുള്ളൂ, അത് അഹിംസയുടെ ധാരയാണ് എന്നാണ്. അങ്ങനെ ആയിരുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിന് പല ധാരകളുണ്ടായിരുന്നു. പല ആൾക്കാരും സ്വന്തം നിലയ്ക്കും സ്വന്തമായിട്ടുള്ള സംഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു, പല മാർഗങ്ങളായിരുന്നു. അപ്പോൾ ഈ പല ധാരകളിൽ ഉണ്ടായിരുന്നതിൽ ഒന്നിനെ മാത്രം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലത്തേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും കോൺഗ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. മറ്റുള്ള ധാരകളും ഉണ്ടായിരുന്നു, അതിനെയും നമ്മൾ അക്നോളജ് ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിലത്തേക്ക് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കുറേയധികം പ്രശ്നങ്ങൾ ഇല്ലാതെയാകും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എതിർ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരെ വ്യക്തിപരമായി കൂടി ഇകഴ്ത്തിക്കാട്ടുക എന്ന രീതിയിലത്തേക്കായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതും സ്വന്തം പാരമ്പര്യത്തിലുള്ള പഴയ നേതാക്കന്മാർ തന്നെ ഇവരെ പ്രകീർത്തിച്ച് പറഞ്ഞിരിക്കുന്നതിനെയൊക്കെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് പുതിയ നറേറ്റീവുകളൊക്കെ സൃഷ്ടിക്കേണ്ടി വരുന്നതും ദൗർഭാഗ്യകരം എന്നേ പറയാനുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് ഈ വിഷയങ്ങളൊക്കെ ഇന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ആൾക്കാർ തയ്യാറാകുന്നുണ്ട്, അതിനുള്ള അവന്യൂസ് ഉണ്ട്. പണ്ട് പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് എന്തിനേക്കാളും ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഉണ്ട്, ഡിജിറ്റൽ മാധ്യമങ്ങളുണ്ട്. അതുവഴി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ആൾക്കാരിലേക്ക് വരുന്നുണ്ട്, ഇത് കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയാൽ അത് വിജയിക്കാനുള്ള സാധ്യത ഇന്ന് വളരെ കുറവാണ്. തീർച്ചയായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം ത്തിലേക്ക് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസ് കളിക്കുന്ന ഈ രാഷ്ട്രീയം സത്യത്തിൽ അവർക്ക് പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ. പക്ഷെ അതിനൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റ് ധാരകളും ഉണ്ട് എന്നത്
അവർ മനഃപൂർവ്വം ചരിത്രത്തെ ഇല്ലാതാക്കിയാണ്. ചരിത്രത്തെ ഇല്ലാതാക്കിയാൽ അത് നീതികേടാണ്. അംബേദ്കറിന്റെ എന്താ പറയാ നേട്ടങ്ങളുടെ പിതൃത്വം അത് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട ഒന്നല്ല. അംബേദ്കർ നമ്മൾ സിനിമാ ഡയലോഗ് പറയുന്ന പോലെ തന്നെ വഴി വെട്ടിത്തെളിച്ചു വന്നവനാണ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ വന്നൊരു ആളാണ്. അത് കോൺഗ്രസ് ചരിത്രം മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് പുരോഗമനപരമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ക്രിയാത്മകമായ ചർച്ചകൾ, വിമർശനാത്മകമായ സമീപനങ്ങളുമായി വരിക. ഈ പ്ലേ സ്കൂളിലെ പിള്ളേർ പിണങ്ങിപ്പോകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വോക്കൗട്ട് നടത്തിയല്ല കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത്. ഒരുപാട് നന്ദി ശ്രീജിത്ത് പണിക്കർ മറുനാടിനോട് ചേർന്ന്. താങ്ക് യു സോ മച്ച്.